മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മുആദേ, അല്ലാഹുവിന്റെ പരലോകത്തിലേക്ക് മഹ്ശറിലേക്ക് മനുഷ്യന്മാര് കടന്നു വരിക. ലോകത്തുള്ള സർവ്വചരാചരങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലോട്ട് കടന്നു വരിക. 12 കോലത്തിലാണ്, 12 രൂപത്തില്. വാള് പറയുന്ന ഞാനും കേൾക്കുന്നവരും സദസ്സിലുള്ളവരും വേദിയിലുള്ളവരും പരിസരത്തുള്ള എല്ലാവരും ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാരും പടച്ചവന്റെ കോടതിയിലോട്ട് കടന്നു വരിക 12 രൂപത്തിലാണ്, 12 കോലത്തില്. 13ാമത് രൂപമില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുആദേ, അതിൽ 11 വിഭാഗവും നരകത്തിലാണ്, 12ാമത്തെ വിഭാഗം മാത്രമാണ് സ്വർഗത്തിലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ 12 കാര്യങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. എല്ലാവരും ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ്. അതിൽ 12ാമത്തെ വിഭാഗം മാത്രമാണ് സ്വർഗത്തിൽ. ആ വിഭാഗത്തിൽ ഈ സദസ്സിൽ വന്നിട്ട് എനിക്ക് പെടണമെന്ന ഉത്തമ ബോധ്യത്തോടെ നിയ്യത്തോടെ ഇരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകന് പറയുന്ന, മുആദേ, പടച്ചവന്റെ ഭൂമി ലോകത്തിലോട്ട് കടന്നു വരിക. അല്ലാഹുവിന്റെ വിചാരണ ലോകത്തിലേക്ക് മനുഷ്യന്മാർ 12 കോലത്തിലാണ്. മുആദേ, ഒന്നാമത്തെ വിഭാഗം ആരാ? ഒന്നാമത്തെ രൂപം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, മുആദേ, ലൈസ ലഹും യദാനി വലാ രിജ്ലാ. 2 കൈകാലുകളില്ലാതെ കടന്നു വരികയാണ്, കാലില്ലാതെ കടന്നു വരികയാണ്, കൈയില്ലാതെ പടച്ചവന്റെ കോടതിയിലോട്ട് കടക്കുകയാണ്. മുആദ് തങ്ങൾ ചോദിച്ചു, നബിയേ, ആരാണ് റസൂലേ, ആരാ റസൂലേ? കൈകാലുകളില്ലാതെ കടന്നു വരിക, കാലുകളില്ലാതെ കൈകളില്ലാതെ അല്ലാഹുവിന്റെ കോടതിയിലോട്ട് കടന്നു വരുന്നു ഹതഭാഗ്യരായ ഭാഗ്യദോഷികളായ മനുഷ്യന്മാർ. ആരാണ് നബിയേ, ആരാ റസൂലേ? അല്ലാഹുവിന്റെ ഹബീബദാ പറഞ്ഞു കൊടുക്കുകയാണ്, മുആദേ, ഹൗലാഇല്ലദീന യുദൂനൽ ജീറാൻ. അയൽവാസികളെ നൊമ്പരപ്പെടുത്തിയവരാ, അയൽവാസിയെ സങ്കടപ്പെടുത്തിയവരാണ്, അയൽവാസിയെ പ്രയാസപ്പെടുത്തിയവരാണ്. അയൽപക്ക ബന്ധമുള്ള ആളുകളുണ്ടല്ലോ, അവരെ മനസ്സതാ വേദനിപ്പിച്ചവരാ, അവരെ ഖൽബിനകത്ത് സന്തോഷം കൊടുക്കാത്തവരാണ്. പാവപ്പെട്ട അയൽവാസിയെ മനസ്സ് സങ്കടപ്പെടുത്തിയാൽ അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു വരിക. ലൈസ ലഹും യദാനി വലാ രിജ്ലാൻ. കയ്യുമില്ല, കാലുമില്ല. ഖബറിലേക്ക് വെക്കുമ്പോ സുബ്ഹാനല്ലാഹ് 2 കൈയുണ്ടല്ലോ, 2 കാലുണ്ടല്ലോ, പക്ഷേ പടച്ചവന്റെ മുന്നിലോട്ട് കടന്നു വരുമ്പോ 2 കൈയുമില്ല, കാലുമില്ല. പാവപ്പെട്ട അയൽവാസിയെ സങ്കടപ്പെടുത്തിയവരാണല്ലോ. അല്ലാഹുവിന്റെ ഹബീബദാ പറയുകയാണ്, അക്രിം ജാറക വലൗ കാന കാഫിറാ. നിന്റെ അയൽവാസിയുണ്ടല്ലോ, അത് കാഫിറാകട്ടെ, ഏത് മതക്കാരനാണെങ്കിലും അവനെ ആദരിക്കണേ, അവനെ ബഹുമാനിക്കണേ എന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അയൽവാസി ഏത് മതക്കാരനാകട്ടെ, അവനോട് സ്നേഹത്തോടെ പെരുമാറണമെന്ന്, അവനോട് ഇഷ്ടത്തോടെ മനസ്സമാധാനമുണ്ടാക്കുന്ന തരത്തിലോ അവനോട് ഇടപഴകണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നാമത്തത് പഠിച്ചു, അള്ളാന്റെ മുന്നേക്ക് കയ്യുല്ല കാലുല്ലാതെ പാമ്പുകൾ എണ്ണി വരുന്ന പോലെ വരികയാണ്. ആരാണ്? അയൽവാസിയെ സങ്കടപ്പെടുത്തിയവരാണ്. എന്തെങ്കിലും വർത്താനം കൊണ്ട് അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ പോയിട്ട് പൊരുത്തം വാങ്ങുക. നമ്മൾക്ക് ഇവിടെ നിസാരമായ വൈതർക്കത്തിന്റെ പേരിൽ 10 രൂപയുടെ പേരിലൊക്കെ ഇവിടുന്ന് വല്ലാണ്ടങ്ങ് തർക്കിക്കാം. പക്ഷെ പടച്ചോന്റെ കോടതി എത്തുമ്പോ വല്ലാത്ത അപകടമാണ്. അതുകൊണ്ട് അയൽവാസിയോടൊന്നും തർക്കിച്ചത് കൊണ്ട് നമുക്ക് വല്ല നേട്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പലപ്പോഴും ബന്ധത്തിന് പ്രശ്നം ഉണ്ടാവുന്നത് അസൂയ കൊണ്ടാണ്. അവൻ വലിയ കാറുണ്ട്, അവൻ വലിയ വീടുണ്ട്, അവൻ എല്ലാ അനുഗ്രഹമുണ്ട്, എനിക്കൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അവനോട് ദേഷ്യമായി
അവനോട് വെറുപ്പായി, ദ്വേഷമായി, അത് അവനെ ആക്രമിക്കുന്നതിലേക്ക്, അവനെ സങ്കടപ്പെടുത്തുന്നതിലേക്ക്, അവിടെ നശീകരണ പ്രവർത്തനം നടത്തുന്നതിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള പ്രവണതകളാണ് നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അയൽവാസി ആരും സങ്കടപ്പെടുത്താൻ നിൽക്കണ്ട. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ കൈകാലുകളില്ലാതെ വരേണ്ട ഗതികേട് അള്ളാഹു നമ്മൾക്ക് തരാതിരിക്കട്ടെ. ഒന്നാമത്തെ എല്ലാവരും പഠിച്ചു 6 എണ്ണം എത്തി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും, പറയുന്നവർക്ക് സമ്മാനമുണ്ട്. 6 എണ്ണം നിങ്ങൾ നന്നായി ബൈഹാർട്ട് ചെയ്യാൻ. ആരൊക്കെ പറഞ്ഞ അവർക്കൊക്കെ സമ്മാനമുണ്ട്. ഒന്നാമത്തെ ആദ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മുആദേ, രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? രണ്ടാമത്തെ വിഭാഗം ആരാ? നബി തങ്ങളതാ പറയുകയാണ്, അലാ സൂറത്തിൽ ഖനാസീർ, പന്നിയുടെ കോലത്തിലതാ കിടക്കുകയാണ്. പന്നിയുടെ രൂപത്തിൽ പടച്ചവന്റെ മുന്നിലേക്ക്, അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു വരികയാണല്ലോ. മുആദ് തങ്ങൾ ചോദിച്ചു, നബിയേ ആരാണ് റസൂലേ? പന്നിയുടെ കോലത്തിൽ പടച്ചവന്റെ മുന്നിലോട്ട് കടന്നു വരിക, പന്നിയുടെ രൂപത്തിൽ അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരിക, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ ഹബീബദാ പറയുകയാണ്, നബി തങ്ങൾ പറയുകയാണ്, ഹൗലാഇല്ലദീന യതഹാബനൂന ഫിസ്സലാ, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാ, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരോ, നമസ്കാരത്തെ പരിഗണിക്കാതിരിക്കുന്നവരോട് യതഹാബനൂന ഫിസ്സലാ, നമസ്കാരത്തെ നിസാരമാക്കിയവരാണ്, നമസ്കാരത്തെ നിസാരപ്പെടുത്തിയവരാണ്. വലിയ വിഷയം തന്നെയാണിത്. പലപ്പോഴും നമ്മൾ പരിഗണിക്കാത്ത വിഷയം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വൈലുൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, ചില ആളുകൾക്ക് നരകമുണ്ടല്ലോ, വൈല് എന്ന് പറയുന്ന നരകമാണല്ലോ. ആർക്കാണ് വൈല് എന്ന് പറയുന്ന നരകം കൊടുക്കുന്നത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, മുസല്ലീൻ, നിസ്കരിക്കുന്ന ആളുകളാണ്. എങ്ങനത്തെ നിസ്കാരമാണ്? അല്ലദീന ഹും സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധയോടെ നിസ്കരിക്കുന്നവരാണ്. നബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അൽഹദുല്ലദീ ബൈനനാ വബൈനകുമുസ് സ്വലാഹ് ഫമൻ തറകഹാ ഫഖദ് കഫറാ. നബി തങ്ങളാണ് പറയുന്നത്, എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള, നമ്മൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള പ്രധാനപ്പെട്ട കരാർ എന്ന് പറഞ്ഞാൽ അസ്സലാ, നമസ്കാരമാണ്, നമസ്കാരമാണല്ലോ. ഹബീബായി നബി തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പറയാണ്, മൻ തറക സ്വലാത്ത മുതഅമ്മിദാ കതബല്ലാഹു ഇസ്മഹു അലാ ബാബിന്നാർ. നബി തങ്ങൾ പറയുകയാണ്, ഒരാള് മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ നാമമുണ്ടല്ലോ, അവന്റെ പേരുണ്ടല്ലോ, നരകത്തിന്റെ കവാടത്തില് അല്ലാഹു രേഖപ്പെടുത്തുമെന്ന് നബിയേ. കളവ് പറയാത്ത ഹബീബേ, നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മരസമാണ്, വരികളിൽ സുഗന്ധപ്പൂമലരാണ്, അജബുകൾ അനവധിയായി വിരിഞ്ഞൊരു മലരാണേ, അജബുകൾ അനവധിയായി
വിരിഞ്ഞൊരു മലരാണേ വദനം നിലാവിനഴകാണ് വരികളിലേറും ശ്രുതിയാണ് വചനമതാത്മരസമാണ് വരികളിൽ സുഗന്ധപ്പൂ മലരാണ് അജബുകളനവധിയാൽ വിരിഞ്ഞൊരു മലരാണേ അജബുകളനവധിയാൽ വിരിഞ്ഞൊരു മലരാണേ ജിതു ഇലാ റഹ്മതിക റഹ്മൻ യാ അല്ലാഹ് വദനം നിലാവിനഴകാണ് വരികളിലേറും ശ്രുതിയാണ് എന്റെ മനസ്സിന്റെ നോവായ ഖൽബിന്റെ രാജകുമാരനായ നബി തങ്ങൾ പറയുന്നു മുആദേ അല്ലാഹുവിനെ നിർബന്ധമാക്കി പറഞ്ഞു തന്നോ നിസ്കാരം ആരെങ്കിലും മനഃപൂർവ്വം ഉപേക്ഷിച്ചു കഴിഞ്ഞോ അവന്റെ നാമം അല്ലാഹു നരകത്തിന്റെ കവാടത്തിൽ എഴുതുകയാണ് നബിയേ മുഹമ്മദ് മുസ്തഫ മഹാനായ ഇബ്നു അബി ദുനിയ തങ്ങൾ പറഞ്ഞു വന്നോ പ്രഗൽഭമായൊരു സംഭവം പറയാൻ പോവുകയാണ് മദീന എന്ന് പറയുന്ന പ്രദേശത്ത് സാധുവായൊരു സഹോദരി അതാ മരിക്കുകയാണ് പൊന്നുമോള് മരിക്കുകയാണ് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ആങ്ങളയുണ്ടല്ലോ ആ സഹോദരിയുടെ ഖബറടക്ക ചടങ്ങിൽ പങ്കെടുത്തിട്ടു വീട്ടിലേക്ക് വന്നപ്പോഴാണ് പോക്കറ്റിൽ കിടന്ന പണം എവിടെയോ നഷ്ടമായില്ലോ പോക്കറ്റിൽ കിടന്ന പണം കാണുന്നില്ലോ ഉമ്മയോട് ചോദിച്ചു എവിടെയാണ് എന്റെ പണം ലഭിക്കുക എന്റെ പണം കാണുന്നില്ലല്ലോ പൊന്നു പെങ്ങളെ കബറടക്കാൻ പോയപ്പോ എന്റെ പെങ്ങളെ കബറടക്കാൻ പോയപ്പോ ഞാൻ എന്റെ പോക്കറ്റിൽ വെച്ച എന്റെ പണമില്ലല്ലോ ഈ വീട്ടിലോട്ട് തിരിച്ചു വന്നപ്പോ കാണുന്നില്ല ഉമ്മ പറഞ്ഞു മോനെ എനിക്കറിയില്ല മോനെ കൂട്ടുകാര് പറഞ്ഞു കൊടുത്തു ചെറുപ്പക്കാരാ നിന്റെ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളുണ്ടല്ലോ അവളുടെ കബറടക്ക പരിപാടിയിൽ പങ്കെടുത്തപ്പോ നിന്റെ പോക്കറ്റിൽ നിന്ന് ഈ പണം കബറിലേക്ക് വീണുപോയതാണോ ആ ചെറുപ്പക്കാരന് മനസ്സിലായി സാധ്യതയുണ്ടല്ലോ കാരണം അദ്ദേഹമാണ് പൊന്നുപെങ്ങളുടെ കബറടക്കത്തിന് എല്ലാ ഒത്താശകളും ചെയ്തത് കബറ് കുഴിച്ചതും അനുബന്ധ ക്രിയകൾ നടത്തിയതുമെല്ലാം ഈ സഹോദരനാണ് അതുകൊണ്ട് കബറടക്ക ചടങ്ങ് നടത്തുമ്പോ പോക്കറ്റിൽ നിന്ന് താഴെ വീണുപോയതാകാം അദ്ദേഹത്തിനും സംശയം വരികയാണ് എന്റെ പെങ്ങളുടെ കബറടക്ക പരിപാടി പങ്കെടുത്തപ്പോ എന്റെ പോക്കറ്റിൽ നിന്ന് താഴെ പോയതാകും കബറിലേക്ക് വീണതാകും അതുകൊണ്ട് എന്ത് ചെയ്യാണ് ഞാൻ ആ കബറൊന്ന് മാന്തുകയാണ് പള്ളിയിൽ ചെന്നു ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ത് പൊന്നു പെങ്ങളെ രാവിലെ മരിച്ചു അവളെ കബറടക്കാൻ ഞാനാണ് വന്നത് അപ്പോ എന്റെ പോക്കറ്റിൽ കിടന്ന പണം അതിലേക്ക് പോയിട്ടുണ്ട് എന്റെ വർഷങ്ങളുടെ അധ്വാനമാണ് അതുകൊണ്ട് ഞാൻ ആ കബറൊന്ന് മാന്തി ആ പണം ഒന്ന് എടുത്തോട്ടെ എന്ന് പറഞ്ഞു ഉസ്താദ് പറഞ്ഞു കുഴപ്പമില്ല 1 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ 1 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല നമുക്ക് എന്ത് ചെയ്യാം കബറ് മാന്താന്ന് പറഞ്ഞു ഞാൻ ഉസ്താദിന്റെ സമ്മതത്തോടെ കബറ് മാന്തി കബറ് മാന്തി മണ്ണ് മുഴുവനും മാന്തി അടിക്കല്ലിന്റെ ഭാഗത്തെത്തിയപ്പോ ഈ ചെറുപ്പക്കാരന്റെ പണം ലഭിച്ചു ഈ ചെറുപ്പക്കാരന്റെ പണം ലഭിച്ചു പക്ഷേ ഭീകരപ്പെടുത്തുന്നൊരു കാഴ്ച കാണുകയാണ് സങ്കടപ്പെടുത്തുന്ന കാഴ്ച കാണുകയാണ് ആ ചെറുപ്പക്കാരൻ അവിടെ നേരിട്ടോടുകയോ വീട്ടിൽ ചെന്നിട്ട് ഉമ്മയോട് പറയുന്നു ഉമ്മ അഖ്ബിർനി അമ്മാ ഉഖ്തി എന്റെ പൊന്നുപെങ്ങളെ പറ്റി ഒന്ന് പറയണേ ഉമ്മ പൊന്നുപെങ്ങൾ എന്ത് തിന്മയാ ചെയ്തിരിക്കുന്നത് അവളെ പറ്റി ഒന്ന് പറയണേ ഉമ്മ ഉമ്മ ചോദിച്ചു പോലെ എന്റെ പൊന്നുപെങ്ങളെയല്ലേ മരണപ്പെട്ട് കബറടക്കിയത് പൊന്നുപെങ്ങളെ കബറടക്കം കഴിഞ്ഞിട്ടല്ലേ നീ ഇങ്ങോട്ട് കടന്നു വന്നത് പോലെ പിന്നെ എന്തിനാണ് അവളെ പറ്റി ചോദിക്കുക എന്തിനാണ് അവളെ പറ്റി ചോദിക്കുന്നത് പോലെ എന്തിനാണ് അവളെ പറ്റി നീ ചോദിക്കുന്നത് പോലെ സുബ്ഹാനല്ലാഹ്
മാതാവിനോട് ചെറുപ്പക്കാരൻ പറയുകയാണ്, പ്രിയപ്പെട്ട ഉമ്മ, പൊന്നു പെങ്ങളുടെ കബർ ഞാൻ മതിയപ്പോ അവരുടെ കബർ ഭാഗത്തുള്ള മണ്ണ് നീക്കിയപ്പോ ഫഹാദി മുസ്തഖിലു ഫിന്നാർ, അവരുടെ കബർ നിറയെ തീയാണുമ്മ, അവരുടെ കബർ നിറയെ തീയാണുമ്മ, തീ കുണ്ടാരമാണ് പ്രിയപ്പെട്ട ഉമ്മ. എന്റെ പണം എനിക്ക് ലഭിച്ചതാണ്, പക്ഷേ കബർ കത്തുകയാണ്, കബർ കത്തുകയാണ്. ഉമ്മ കരയുകയാണ്, ഉമ്മ തളരുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോ ഉമ്മ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്താണ് നിന്റെ പൊന്നു പെങ്ങള് ചെയ്ത തിന്മ എന്നറിയോ? അവള് ചെയ്തു പോയ പാപം എന്താണെന്നറിയുവോ? പ്രിയപ്പെട്ട മോനെ, 3 പാപമാണ് അവള് ചെയ്തു പോയിരിക്കുന്നത്. 3 പാപമാണ് അവള് ചെയ്യുക. ഒന്നാമത്തെ പാപം എന്തെന്നറിയുവോ? ഒന്നാമത്തെ തിന്മ എന്താണ്? പാതിരാവിന്റെ സമയം അങ്ങ് കടന്നു വന്നാലോ, പാതിരാവിന്റെ സമയം വന്നു കഴിഞ്ഞോ അവള് പരിസരത്തുള്ള ആളുകളെ പറയുന്ന രഹസ്യം ചോർത്തിയിട്ടു നാട്ടുകാരോട് ഗീബത്ത് പറയുന്നവളാണ്, നമീമത്ത് പറയുന്നവളാണ്, ആക്രോശിക്കുന്നവളാണ്. രണ്ടാമത്തെ തിന്മ എന്തെന്നറിയുമോ? അസ്ർ വാങ്ങ് കൊടുക്കുമ്പോൾ അവൾ എന്നോട് പറയും, മഗ്രിബ് വാങ്ങ് കൊടുക്കാൻ ഒരുപാട് സമയമുണ്ടല്ലോ, അപ്പൊ പിന്നെ കുറച്ചും കൂടെ സമയം കഴിഞ്ഞിട്ട് നിസ്കരിച്ചാ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവളാണ്. കുറച്ചും കൂടെ തുറക്കി ഭയങ്കര വലിയ JTS 600 250 600 ഉണ്ടോ JTS? ഇല്ല, അഴകുള്ള ഭാവിക്കര, എന്റെ ഭാവിക്കര. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. കഴിഞ്ഞാൽ പറയും മഗ്രിബിന്റെ സമയം വരെയുണ്ടല്ലോ. അങ്ങനെ വെറുതെ പറഞ്ഞിട്ട് നിസ്കാരം പിന്തിപ്പിക്കുന്ന ശീലമുണ്ടായിരുന്നു. എന്ത് പ്രിയപ്പെട്ട മാതാവ് പറയാണ്, ഈ സഹോദരി ചെയ്ത രണ്ടാമത്തെ തിന്മ എന്ത്? നിസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ശീലം. മൂന്നാമത്തെ തിന്മ എന്ന് പറയുന്നത് ആ മാതാവ് പറയുന്നു പൂർണ്ണമായി ശുദ്ധീകരിക്കില്ല, അശുദ്ധി ഉണ്ടാകുമ്പോൾ ശുദ്ധീകരിക്കില്ല. ഒളു എടുക്കുമ്പോ ഒരു ഓവറായിട്ട് കൃത്യമായിട്ട് ചെയ്യാതെ ഒരു എന്താ പറയാ ഒപ്പിക്കൽസ് പരിപാടിയാണ് അവൾ നടത്തുക. ശുദ്ധീകരണ പ്രവർത്തനം കൃത്യമായി ചെയ്യില്ല. ഈ 3 തിന്മയാണ് സുബ്ഹാന ജല്ല ജഅല. 3 തിന്മ ചെയ്തപ്പോഴേക്ക് ലഭിക്കുന്ന ശിക്ഷ ഖബറിലേക്ക് വെച്ചിട്ട് 1 മണിക്കൂറേ ആയിട്ടുള്ളൂ. ഖബർ കത്തുകയാണെന്ന് ദൃസാക്ഷി വിവരണം പ്രിയപ്പെട്ട ആങ്ങളെ കണ്ടത് മാതാവിനോട് പറയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ വിഷയം അത്രയ്ക്ക് ഗൗരവമാണ്. എങ്ങനെയാണ് നിസ്കാരം നമ്മൾക്കുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റജബ് മാസമാണല്ലോ ഇത്. അപ്പോ കൃത്യമായിട്ട് നിസ്കാരത്തിന്റെ വാർഷികാഘോഷ പരിപാടിയാണ് അല്ലെ റജബ് മാസം എന്ന് പറഞ്ഞത്, വാർഷികം. അപ്പോ എങ്ങനെയാണ് നിസ്കാരം അല്ലാഹു ഭൂമി ലോകത്തേക്ക് സ്ഥാപിച്ചത്, എന്തിനാണ് അതിന്റെ ഹിക്മത്ത് എന്ത്, അതിന്റെ കാര്യം എന്ത്, നമ്മൾ അതിന്റെ ഹിസ്റ്ററി, അതിന്റെ ചരിത്ര ശകലം പഠിച്ചാൽ മനസ്സിലാകും. അല്ലാഹുവിന്റെ പ്രവാചകന് 10 കൊല്ലമായി പ്രബോധനം നടത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പ്രബോധനത്തിന്റെ വീതിയിൽ വല്ലാതെ സങ്കടപ്പെടുകയാണ്, നൊമ്പരപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. ആരും വിശ്വസിക്കുന്നില്ല. സ്വല്പം ആളുകളാ വിശ്വസിക്കുന്നത്. അല്ലാഹുവേ പടച്ചവരെ ആരുമേ കിടക്കുന്നില്ല. എല്ലാവരും പരിഹസിക്കുകയാണ്, എല്ലാവരും കുറ്റപ്പെടുത്തുകയാണ്. അല്ലാ
അമീന് എന്ന് വിളിച്ച ആളുകൾ കള്ളരെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്. പടച്ചവര് പ്രയാസത്തിന്റെ നാളുകളാണ്, സങ്കടത്തിന്റെ നാളുകളിതാ കിടക്കുകയാണ്. ആ സമയത്താണ് അബൂ താലിബ് എന്നവർ വഫാത്താകുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ വിട പറയുക. അല്ലാഹുവിന്റെ റസൂലിന് അത്താണിയായ തുണ കൊടുത്ത രണ്ട് പേരാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്താവുകയാണ്. അതുപോലെ അബൂ താലിബ് എന്നവർ മരണപ്പെടുകയോ നബി തങ്ങളുടെ പ്രബോധനത്തിന്റെ വഴിയോരത്ത് ഒറ്റപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാനം കുടുംബക്കാരെ മുന്നിലേക്ക് പോവുകയാണ്. കുടുംബക്കാരെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവസാനം ആശ്വാസം ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ, സന്തോഷം ലഭിക്കുമോ എന്ന പ്രതീക്ഷയോടെ കുടുംബക്കാരുടെ മുന്നിലോട്ട് കടന്നു ചെന്നപ്പോ കുടുംബക്കാരെ കല്ലെറിഞ്ഞുകൊണ്ട് നബി തങ്ങളെ ആക്ഷേപിക്കുകയാണ്. നബി തങ്ങളെ വല്ലാതെ ആക്ഷേപിക്കുകയാണ്, പരിഹസിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്. ആ നേരത്താണ് നബി തങ്ങൾ മാറി നിന്നുകൊണ്ട് രണ്ട് കൈകളും വാനലോകത്തേക്ക് ഉയർത്തിവിട്ടു. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നു. അല്ലാഹ് ഇലൈക അസ്കൂ ബഫീ വഹസ്നി വഖില്ലത ഹീലതി വഹവാനി അലന്നാർ. പടച്ചവനെ, എന്റെ പരാതി ഞാനിതാ നിന്നോട് പറയുകയാണ്. എന്റെ പരാതി നിന്നോട് പറയുന്നു. പടച്ചവരെ, പ്രബോധനത്തിന്റെ വീതിയിൽ ഞാനും പ്രയാസപ്പെടുകയാണ്, പരാജയപ്പെടുകയാണ്. അല്ലാഹ് ബഫീ വഹസ്നി വഖില്ലത ഹീലതി ഹവാനി അലന്നാർ. അല്ലാഹുവേ, മനുഷ്യന്മാരുടെ മുന്നിൽ ഞാനിതാ വശനാവുകയാണ്. നാട്ടുകാരുടെ മുന്നിൽ, കുടുംബക്കാരുടെ മുന്നിലോ ഞാനിതാ പരിഹസിക്കപ്പെട്ടു. അല്ലാഹ്, വാനലോകത്തു നിന്നുള്ള മനോഹരമായ സഹായമില്ലാതെ പ്രബോധനത്തിന്റെ വഴിയെ സഞ്ചരിക്കാൻ കഴിയില്ല. പക്ഷേ ഇല്ലം യകുൻ ബിക ഗളബുൻ ഫലാ ഉബാലി. നിന്റെ കോപം എനിക്കില്ലെങ്കിലോ, നിന്റെ ദേഷ്യം എനിക്കില്ലെങ്കില് ഒരു പ്രശ്നവുമില്ല പടച്ചവരെ, ഒരു പ്രയാസവുമില്ല പടച്ചവരെ, ഒരു സങ്കടമില്ല പടച്ചവരെ. നിന്റെ ദേഷ്യം എന്നോടുണ്ടാകരുതേ, നിന്റെ കോപം എനിക്കുണ്ടാകരുതേ. ഒരു കണ്ടീഷനാണ് നബി തങ്ങൾ പറയുന്നത്. അല്ലാഹുവേ, നിന്റെ ദേഷ്യം എനിക്കില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല. ഞാൻ എത്രയും സഹിച്ചോളാം, ക്ഷമിച്ചോളാം, നിന്റെ ദേഷ്യം എനിക്കുണ്ടാവരുത്. നിന്റെ പ്രബോധന വഴിയിലാണ് ഞാൻ പ്രബോധനം നടത്തുകയാണ്. ആരും ദീനിലേക്ക് വരുന്നില്ല എന്ന് കരുതി എന്ത് ചെയ്യരുത്, അല്ലാഹുവേ നിന്റെ ദേഷ്യം എന്നോടുണ്ടാകരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അത്രയും സഹിച്ചോളാം, ക്ഷമിച്ചോളാം. എന്നാലും വാനലോകത്ത് നിന്നുള്ള മനോഹരമായ സഹായസ്ത്വം അത്യാവശ്യമാണ് എന്ന ഭാവേന നബി തങ്ങൾ അല്ലാഹുവിനോട് കൈ ഉയർത്തി ദുആ ചെയ്യുകയാണ്. വലിയൊരു പ്രതിസന്ധി മുന്നിൽ. സ്വന്തം ഭാര്യ വഫാത്തായി, തുണയായിരുന്ന അബൂ താലിബ് വഫാത്തായി, രണ്ടുപേരും മരണപ്പെട്ടു. നബി തങ്ങൾ ഒറ്റപ്പെടുകയാണ്. കുടുംബക്കാരെ കല്ലെറിഞ്ഞ് അടിച്ചോടിക്കണം. വല്ലാതെ സമൂഹത്തിന്റെ ഇടയിൽ മാനം കെടുന്ന ഒരു അവസ്ഥയിൽ നബി തങ്ങൾ നിൽക്കുമ്പോ ആ സമയത്താണ് അല്ലാഹുവിനോട് ദുആ ഉണ്ടാകുന്നത്. ഉടനടിയാണ് ഈ ഇസ്റാ വൽ മിഅ്റാജ് യാത്രയുണ്ടാകുന്നത്. അതിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്? ബുറാഖിന്റെ വാഹനത്തിലേറി അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുകയാണ്. ക്ഷമിച്ചതിന്, പ്രതിസന്ധി ഘട്ടത്തിൽ നബി തങ്ങൾ ക്ഷമിച്ചതിന് അല്ലാഹു ഭൂമി ലോകത്ത് ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം സമ്മാനം അല്ലാഹു കൊടുക്കുകയാണ്. അതാണ് അല്ലാഹുവിനെ കണ്ടത്. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം അല്ലാഹുവിനെ കാണുക എന്നതാണ്. നബി തങ്ങൾക്ക് അല്ലാഹുവിനെ കാണാനുള്ള സൗഭാഗ്യമുണ്ടായപ്പോ വലിയൊരു പ്രതിസന്ധിയിൽ നബി തങ്ങൾ ക്ഷമിച്ചു. എനിക്ക് ക്ഷമിച്ചു, അതിന് അല്ലാഹു സമ്മാനം കൊടുത്തു. രണ്ടാമതൊരു ഗിഫ്റ്റ് കൂടെ അല്ലാഹു കൊടുത്തതാണ് നമസ്കാരം. അതെന്തിനാണ്? ഒരാൾക്കൊരു പ്രതിസന്ധി വന്നാൽ അവന് ക്ഷമിച്ചപ്പോൾ അല്ലാഹു ഒരു സമ്മാനം കൊടുത്തു. ഇനി നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രയാസം കൂടെ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലല്ലോ, അല്ലാതെ സങ്കടത്തോടെ ജീവിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ പ്രയാസം വരുമ്പോ മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യണം? സമുദായം എന്ത് ചെയ്യണം? മനുഷ്യന്മാർ എന്ത് ചെയ്യണം? അതാണ് നിസ്കാരം എന്ന് പറയുന്നത്. നബി തങ്ങൾക്ക് രണ്ട് ഗിഫ്റ്റുകളാണ് കൊടുത്തത്. ഒന്ന് ക്ഷമിച്ചതിന്റെ ഫലം, രണ്ടാമത് പ്രതിസന്ധിയിൽ നബി തങ്ങളുടെ മനസ്സിന് കുളിർമയുണ്ടാകാൻ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന സഹാബാ,
ഭൂമി ലോകത്തെനിക്ക് ഏറ്റവും പ്രിയമുള്ള, ഭൂമി ലോകത്തെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 3 കാര്യമുണ്ടല്ലോ. ഒന്നാമത്തത് എന്തെന്നറിയുവോ? സുഗന്ധമാണ് സഹാബ. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുവോ? ഖുർറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിലുള്ള സന്തോഷമാണല്ലോ, നിസ്കാരത്തിൽ ലഭിക്കുന്ന മനസ്സമാധാനമാണല്ലോ നബിയേ മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പറയുന്നു, ഭൂമിയിൽ അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് 3 എണ്ണമാണ്. ഒന്നാമത്തത് പെർഫ്യൂമുകളാണ്, സുഗന്ധമാണ്. മൂന്നാമത്തത് നിസ്കരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ്, നിസ്കാരത്തിൽ ലഭിക്കുന്ന ആശ്വാസമാണ്. രണ്ടാമത്തൊരു കാര്യം കൂടെ പറഞ്ഞു, ആർക്കെങ്കിലും അറിയോ? ഉസ്താദുമാരല്ലാത്ത. അപ്പൊ അവർക്കൊരു ഗിഫ്റ്റ് സമ്മാനമാണ്. ഇൻഷാ അല്ലാഹ്. ഒന്നാലോചിച്ച് നോക്കി, ചെറുപ്പക്കാരൊക്കെ ഉണ്ടായിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം ഒന്നാലോചിച്ച് പറ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ഗസ് ചെയ്ത് നോക്ക്, ഉത്തരം കിട്ടുന്നവർക്ക് സമ്മാനം. ചെറുപ്പക്കാരൊക്കെ ഒരുപാടുണ്ടല്ലോ. എന്റെ റസൂലിന് ഭൂമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യം 2 ഞാൻ പറഞ്ഞു. ഒന്ന് അത്തറുകളാണ്, സുഗന്ധമാണ്, പെർഫ്യൂമുകളാണ്. മൂന്നാമത്തെ നിസ്കാരത്തിലുള്ള ടേസ്റ്റ്. രണ്ടാമത്തതാണ്. നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം പറഞ്ഞാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ട് തെറ്റായ ഉത്തരവാണ്. ആരാ പറഞ്ഞ? മാഷാ അല്ലാഹ്. പേരെന്താ പറഞ്ഞാളെ? മുഹമ്മദ് അലി, മുഹമ്മദ് കുഞ്ഞി. മാഷാ അല്ലാഹ്. നമ്മുടെ മുഹമ്മദ് കുഞ്ഞി സാഹിബാണ് പറഞ്ഞത്. ഭാര്യയാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താണ്? ഒരാൾ പോലും ഭാര്യമാരെന്ന് പറഞ്ഞില്ല. അപ്പൊ ഇന്ന പരിസരത്തൊക്കെ ഒരുപാട് സഹോദരിമാരുണ്ടല്ലോ അല്ലെ? നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാം? ഉഷാറാകാം. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിന്റെ സന്തോഷത്തിലാണ് നിങ്ങളുടെ സ്വർഗം, ഭാര്യമാരുടെ സ്വർഗം. അപ്പൊ ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ ഒരുപാട് ആളുകളുണ്ട്, ഒരാളും ഭാര്യമാരെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അവർക്ക് ഭൂമിയിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം നിങ്ങളല്ലാന്ന് അല്ലേ? ഏതായാലും വേണ്ടില്ല, അല്ലാഹു ദാമ്പത്യ ജീവിതത്തിലൊക്കെ സൗഭാഗ്യം തരട്ടെ. നമ്മുടെ മുഹമ്മദ് കുഞ്ഞി സാഹിബ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾക്കൊരു ഗിഫ്റ്റ്. ഒരു ജമാഅത്ത് കമ്മിറ്റിയിൽ എന്താണ്? സംഘാടക സമിതിയുടെ ചെയർമാൻ. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ മുഹമ്മദ് കുഞ്ഞി സാഹിബിന് ഒരു ഗിഫ്റ്റ് ആയി. ഇനി ഇടയ്ക്കിടെ ക്വസ്റ്റ്യൻ ചോദിക്കും, റിഫ്രഷ്മെന്റിന്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. പറഞ്ഞതിന് തന്നെ ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒരു എക്സാം, ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞൊരു സമയമാണല്ലോ. ഇപ്പൊ ഒരു കുറെ കുട്ടികളൊക്കെ ഉണ്ട്. ഒരു എന്താ പറയാ, ഒരു എക്സാമിനേഷനും കൂടെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്ന സഹാബാ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുവോ? ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും പ്രിയമുള്ള രണ്ടാമത്തെ കാര്യം എന്താ? അന്നിസാ, എന്റെ പ്രിയമുള്ള ഭാര്യമാരാണ്, എന്റെ ഭാര്യമാരാണ് സഹാബാ. ഈ 3 കാര്യമാണ് ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയമെന്ന് നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇനി മറക്കരുത് കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പൊ മൂന്നാമത് പറഞ്ഞെന്താണ്? നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ആനന്ദം, ടേസ്റ്റ്. അപ്പോ ഒരാൾക്ക് ആനന്ദം കിട്ടുക, ഒരാൾക്ക് സന്തോഷം കിട്ടുക, അതിനുള്ള മാധ്യമമാണ് നിസ്കാരം എന്ന് പറയുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് ഒരു വിഷമം മുന്നിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് ഫസിഅ ഇല സ്വലാഹ്, തങ്ങൾ നിസ്കാരത്തിലേക്ക് ഓടുമായിരുന്നു. ഒരു പ്രതിസന്ധി വന്നാൽ ഫസിഅ ഇല സ്വലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് നിസ്കരിക്കുമായിരുന്നു എന്ന് അവിടുത്തെ സ്വഹാബിമാര് നമ്മളോട് പറയുമ്പോൾ, പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും നമസ്കരിക്കാൻ ഓടാറുണ്ടോ? കൂട്ടുകാരോട് പറയാറുണ്ട്, നാട്ടുകാരോട്, സമുദായ പ്രേമികളോട്, പരിസര ബന്ധുക്കൾ, അതുപോലെയുള്ള ആളുകൾ, കുടുംബക്കാർ, നാട്ടുകാർ പലരോടും ഷെയർ ചെയ്യാറുണ്ട്. അല്ലാഹുവിന്റെ മുന്നിലൊന്ന് നമസ്കരിച്ചുകൊണ്ട് റബ്ബേ ഇന്നാലിന്ന
പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് മനസ്സമാധാനം ലഭിക്കാൻ ഞാനിതാ നിന്റെ മുന്നിൽ നിസ്കരിക്കുന്നു അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2 റക്അത്ത് എത്ര കാലമായി നമ്മളെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? വിഷമങ്ങൾ വരുമ്പോ മുത്തുനബി തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത് നിസ്കരിക്കുമായിരുന്നു, നിസ്കാരത്തിലേക്ക് ഓടുമായിരുന്നു, ഉളരുമായിരുന്നു. പെട്ടെന്ന് നിസ്കാരം മറ്റുള്ളവരോട് പറയാൻ നിൽക്കുന്നതിന്റെ മുന്നേ കൂട്ടുകാരോട്, ഭാര്യയോട്, ബന്ധുക്കളോട്, ആരോടും ഷെയർ ചെയ്യുന്നതിന്റെ മുന്നേ വിഷമങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ നിസ്കരിക്കാൻ ഓടുമായിരുന്നു എന്ന് സ്വഹാബികൾ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം നമ്മളോട് പറയുകയാണ്. നമ്മൾക്കത് പറ്റാറുണ്ടോ? പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ എത്രയോ ഉണ്ട്, സങ്കടങ്ങളുണ്ട്, അല്ലേ? എല്ലാവർക്കും ഉണ്ട്. ആരെങ്കിലും അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ടുണ്ടോ? ഈ ഒരു കാര്യത്തിന്റെ പേരിൽ ഫർള് നമ്മളെല്ലാവരും നിസ്കരിക്കാറുണ്ട്. ഒരു അഡീഷണൽ നമസ്കാരം എന്തിന്? മനസ്സൊന്ന് ക്ലിയർ ആവാൻ, മനസ്സമാധാനം ലഭിക്കാൻ. അല്ലാഹുവേ, ഞാൻ നിന്റെ മുന്നിൽ ഇതാ സാഷ്ടാംഗം നമിക്കുകയാണ്. എന്റെ ഖൽബിന് ഇസ്തിഖാമത്ത് തരണേ അല്ലാഹ്, മനസ്സമാധാനം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടൊന്ന് നിസ്കരിക്കണം നമ്മൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി തങ്ങൾ യുദ്ധത്തിന്റെ വേളയിലാണ്. ബദ്ർ യുദ്ധം നടക്കുകയാണ്. നാളെയാണ് ബദ്ർ യുദ്ധം നടക്കുന്നത്. സഹാബിമാരെല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഒരുപാട് സഞ്ചരിച്ചു വന്നതല്ലേ, ഒരുപാട് ജോലി ചെയ്ത ക്ഷീണമുണ്ടല്ലോ, ഞങ്ങളൊന്ന് കിടന്നുറങ്ങട്ടെ നബിയേ. നാളെയല്ലേ യുദ്ധം നടക്കാനിരിക്കുന്നത്. യുദ്ധത്തിൽ ഉന്മേഷം ലഭിക്കണമെങ്കിൽ ഞങ്ങൾക്കൊന്ന് വിശ്രമിക്കണം, ഞങ്ങളൊന്ന് കിടക്കട്ടെ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുക്കുകയാണ്. അങ്ങനെ സഹാബിമാരെല്ലാവരും കിടക്കുകയാണ്. ബദ്ർ യുദ്ധമാണ് നാളെ നടക്കാൻ പോകുന്നത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഉണ്ട്. എല്ലാവരും ഇങ്ങനെ കിടക്കുകയാണ്. പാതിരാവിന്റെ നേരത്ത് അലി റളിയല്ലാഹു തആല ഉണരുകയാണ്. ഞെട്ടി ഉണരുന്നു, അല്ലേ? ഹബീബായ തങ്ങളെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നമസ്കരിക്കുന്നത് കാണുകയാണ്. കാന യുസല്ലി തഹ്ത അശ്ശജറ വയബ്കി ബുകാഅൻ കസീറാ. അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ സ്വഹാബിമാരും ഉറങ്ങുമ്പോൾ, ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഹബീബായ തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിസ്കരിക്കുകയാണ്. വയബ്കി ബുകാഅൻ കസീറാ. അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടി പൊട്ടി നിലവിളിക്കുകയാണ്. മാത്രമല്ല അലി റളിയല്ലാഹു തആല അവിടെ എഴുന്നേൽക്കുകയാണ്. എല്ലാവരും ഉറങ്ങുകയാണല്ലോ നബിയേ, എന്തിനാണ് പാതിരാവിന്റെ നേരത്തെ കഷ്ടപ്പെടുക? നാളെയല്ലേ യുദ്ധം നടക്കാനിരിക്കുന്നത്. യുദ്ധത്തിൽ വിജയിക്കുമെന്ന് പടച്ചവന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ അല്ലാഹുവിന്റെ റസൂലേ അവിടുന്ന് കരയുന്നത് നബിയേ? അലി റളിയല്ലാഹു തആല വന്നിട്ട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അലിയേ, എന്റെ മനസ്സിന് സമാധാനം ലഭിക്കാനാണ് ഞാൻ ഈ മരത്തിന്റെ ചുവട്ടില് നമസ്കരിക്കുന്നത്. എന്തിനാന്നറിയോ അലിയേ? പടച്ചവന്റെ മുന്നിൽ ഞാൻ പൊട്ടിക്കരയുന്നത്. നാളെയല്ലേ സത്യവും അസത്യവും ഏറ്റുമുട്ടുവോ? സത്യവും അസത്യവും നാളെയല്ലേ ഏറ്റുമുട്ടുവോ? എന്റെ മനസ്സ് കിടക്കുന്നു അലിയേ, എന്റെ മനസ്സിന് സമാധാനമില്ല അലിയേ, എന്റെ കൽവിൽ സന്തോഷമില്ല അലിയേ. മനസ്സമാധാനം ലഭിക്കാൻ അതിനുവേണ്ടിയാണ് ഞാൻ നമസ്കരിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പോലും പറഞ്ഞെങ്കിലോ നമ്മൾക്കത് കൃത്യമായി ചെയ്യാൻ പറ്റാറുണ്ടോ? പടച്ചവന് ഫർളെന്ന് പറഞ്ഞു തന്നോ, നിർബന്ധമായി നമസ്കരിക്കാൻ നമ്മളോട് പറഞ്ഞു തന്നോ, ആ വഖ്ത് പോലും പറ്റിയില്ലെങ്കിലും അല്ലാഹുവിന്റെ കോടതി മറക്കണ്ട പോലെ. പാവപ്പെട്ട പൊന്നുമോളെ ഖബറിലേക്ക് വെച്ചതേയുള്ളൂ, മണിക്കൂർ ഒന്ന് പോലും കഴിഞ്ഞില്ല. ഖബറിന്റെ മണ്ണങ്ങ് വാന്തിയപ്പോ ഫഹാദിഹി മുസ്തദിലു ഫിന്നാർ, അവളുടെ ഖബർ നിറയെ തീയാണ് തീയാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ.
കണ്ടാലുടൻ വിട്ട് നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബേ അതിൽ കിടക്കേണ്ടതാ അസ്മാന അത് പറയുമ്പോ ഞാൻ ചെന്ന് കിടക്കേണ്ട വീടാണ് വേദിയിലിരിക്കുന്ന എബി സാഹിബ് കെബി സാഹല്ലോ നാളെ ചെന്ന് കിടക്കേണ്ട വീടാണ് ആ വീടിന്റെ ഗതികേട് എന്താണെന്നറിയുമോ പ്രിയമുള്ളവരെ അല്ലാഹുവേ ആ ഭൂമി ലോകം ഞങ്ങൾക്ക് സൗഭാഗ്യത്തിലാക്കണേ പടച്ചവരെ മൂന്നാമത്തെ വിഭാഗം ആരെന്നറിയുമോ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന മൂന്നാമത്തെ വിഭാഗമുണ്ടല്ലോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മുആദേ ആരാണ് വിഭാഗം ആരാണ് മിസ്ലൽ ജിബാൽ പർവ്വതം പോലെ പ്രവിശാലമായ വയറുമായി കിടക്കുകയാ പർവ്വതം പോലെ വിശാലമായ വയറുമായി അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടന്നു വരികയോ അത് തങ്ങൾ ചോദിച്ചു നബിയേ ആരാണ് റസൂലേ ആരാ റസൂലേ വിശാലമായ വയറിനകത്ത് പാമ്പുകളാണല്ലോ തേളുകളാണല്ലോ കുത്തി വലിക്കുകയാണ് ശരീരം മുഴുവനും ആക്രോശിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിലോട്ട് കടക്കുമ്പോ അത് തങ്ങൾ ചോദിച്ചു നബിയേ ആരാണ് റസൂലേ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ് അവരാരാണ് എന്നറിയുമോ സക്കാത്ത് കൊടുക്കാൻ വിട്ടുപോയവരാണ് സക്കാത്ത് കൊടുക്കാൻ മറന്നവരാണ് ഒരുപാട് പണം അല്ലാഹു കൊടുത്തതോ ഒരുപാട് പണം പടച്ചവൻ കൊടുത്തതാണല്ലോ